ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏയ്, വരുണിന്റെ രാധികയുടെ മുറിയില് ഇവൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ മുത്തശ്ശി തന്നതൊന്നും പിഴക്കില്ല. ആ സ്വർണ്ണ കരയുള്ള ഒരു സെറ്റുമുണ്ട് മുത്തശ്ശിക്കുണ്ട്. നീ കണ്ടിട്ടില്ലേ? നാളെ മുത്തശ്ശി അതാ ഉടുക്കാൻ പോന്നേ. അവള് ചത്തു കിടക്കുന്ന കാഴ്ച കാണാൻ വരുമ്പോ മുത്തശ്ശി ഇത്തിരി ചന്തത്തിലൊക്കെ നിക്കണ്ടേടി. ആ പിന്നെ നീയെ പഴയതുപോലെ തന്നെ നിന്നാ മതി. നിനക്കൊന്നും അറിഞ്ഞൂടാ. കൺമുമ്പിൽ നിൽക്കുന്ന ആരെ അറിഞ്ഞൂടാ. മനസ്സിലായോ? ഞാൻ മുറിയില്ല മുത്തശ്ശി, ഞാൻ ഉറങ്ങാൻ പോവാ. ബഹളം കേൾക്കുമ്പോ എഴുന്നേക്കാം അല്ലേ? ആ അത് മതി, കടന്നോ. അങ്ങനെ രാധിക തീർന്നു. അവളുടെ കരച്ചില് തുടങ്ങാറായില്ലേ? ഏയ്, വരുണിന്റെ രാധികയുടെ മുറിയില് ഇവൾ ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ ഇവൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അതറിഞ്ഞിട്ട് തന്നെ കാര്യം. വന്നേ. ഇങ്ങോട്ട് വന്നേ. പ്രിയങ്കെ, നീ എന്തിനാ അവിടെ പതുങ്ങി നിന്നത്? എന്താ നീ നോക്കുന്നേ? നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? പറഞ്ഞേ. ഞാൻ രാധിക ചേച്ചിയെ കാണാൻ വന്നതാ. എനിക്ക് ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു. ആ മുറി നിനക്ക് ഓർമ്മയില്ലേ? ആ മുറിയില് നീ കിടന്നിരുന്നത് ഓർമ്മയില്ലേ? പ്രിയങ്കെ, വരുണും നീയും ആ മുറിയിലാ കിടന്നിരുന്നത്. നീയും വരുണും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. നിങ്ങളെ ഒരേ കട്ടിലാ ഉറങ്ങിയത്. ഒന്ന് ഓർത്തു നോക്കി. ഓർമ്മ വന്നാ? വരുണിന്റെ കൂടെ മണവാട്ടിയായിട്ട് വന്നതും ഇവിടെ ജീവിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ആ, എങ്കി പറ, വരുൺ ആരാ? ചേട്ടൻ, ചേച്ചിയുടെ ചേട്ടൻ. ഓ കുന്തം. എടി പൊട്ടി, നിന്റെ ഭർത്താവിനെ ആ രാധിക തട്ടിയെടുത്തിരിക്കുന്നത്. നിനക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ
ആ വാതിലിനെ തട്ടിയിട്ട് അവളെ വിളിച്ച് പുറത്തിറക്ക്. എന്നിട്ട് നിന്റെ ഭർത്താവിന്റെ മുറിയിൽ നീ പോയി കിടന്നുറങ്ങണം. ആ, അപ്പൊ എന്റെ മുറിയിൽ ആര് വരും? ചേച്ചി വരോ? ഓ എന്നാ ചേച്ചി വാ, ഞാൻ ചേച്ചിക്ക് കൊറേ കഥകളൊക്കെ പറഞ്ഞുതരാം. എനിക്ക് കൊറേ കഥകൾ അറിയാം. വാ. ഓ, കഥ പറയാൻ വന്നിരിക്കുന്നു. കൊണ്ടുപോയി നിന്റെ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്ക്. പാതിരാക്ക് ഇറങ്ങി നടന്ന് മനുഷ്യന് ആവശ്യമില്ലാത്ത പ്രതീക്ഷയും തന്നിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങണി. എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? എനിക്ക് സങ്കടം വരുവാ. ദേ, മര്യാദയ്ക്ക് പോകുന്നുണ്ട് എന്റെ മുന്നിൽ നിന്ന്. ഒരു ഉപകാരമില്ലാത്ത സാധനം. ചെല്ല്. ഞാൻ എന്തിനാ ഒളിഞ്ഞു നോക്കിയതെന്നേ നേരം വെളുക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. അതുവരെ കാക്കെന്റെ ഏട്ടത്തി. ഇതെന്തു പറ്റി? ആരും വന്നിട്ടില്ലല്ലോ. ഇനി അവള് ചത്തില്ലേ? അവള് ജ്യൂസ് എടുത്ത് കുടിച്ചത് ഞാൻ കണ്ടതാണല്ലോ. മുത്തശ്ശി പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ അവള് ചാവേണ്ട സമയം കഴിഞ്ഞു. എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഭഗവാനെ, വരണമായിട്ട് ആദ്യമായിട്ടാ ഒരു ദൂരയാത്ര പോകുന്നത്. വരണൊരു വലിയ ബിസിനസ്സുകാരന്. വരണ്ട യോഗ്യതയ്ക്കനുസരിച്ച് പെരുമാറാൻ എനിക്ക് പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. യാത്രയ്ക്ക് ഒരു കുഴപ്പം വരാതെ നോക്കിക്കോണേ.